നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും ഈ ചാനലിൽ വെച്ച് ചർച്ച ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ, സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിലോ നമുക്കൊരു വരുമാന മാർഗം അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി പോലെയെങ്കിലും ലഭ്യമാകുന്നതിൻ്റെ വിവിധ ഭാഗങ്ങളെ പറ്റിയാണ്, വിവിധ ടിപ്പുകളെ പറ്റിയാണ്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് സുപരിചിതമായ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ പേ. മുൻപ് ടേസ് എന്ന TESZ എന്നായിരുന്നു. അപ്പം ഈ ടേസ് അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾക്ക് എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന തട്ടിപ്പ് പരിപാടികൾ ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല, ചെറുതെങ്കിലും ഒരു വരുമാനം അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റി നമുക്കിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ, ഒരു സിമ്മ്. ആ സിമ്മിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടുമായി, ദേശസാൽകൃത ബാങ്ക് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും. ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട ഒരു സിമ്മ്, മൊബൈൽ നമ്പർ. അതുപോലെ തന്നെ അതിനകത്ത് SMS അയക്കാനുള്ള ചെറിയ കോസ്റ്റ് വരും. ഫ്രീ ആയിട്ട് SMS ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതായാലും മതി. പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ ATM കാർഡ്. ഈ 3 സംഭവം നിങ്ങളുടെ കയ്യിലെടുത്ത് വെക്കുക. അതിനുശേഷം അതിന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒരു ഏണിങ്സ് കിട്ടുന്ന രീതിയിൽ അതിനെ പറഞ്ഞത്, നിങ്ങൾ റെഫറൽ ലിങ്ക് വഴി ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ 51, 101, 201 രൂപ വരെ അതിലേതെങ്കിലും ഒരു തുക, അതാത് സമയത്ത് അവൈലബിൾ ആയ തുക നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടും. അപ്പോൾ റെഫറലായി മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. റെഫറലായി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ തുക കിട്ടുള്ളൂ. അതിന് എൻ്റെ ഒരു റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. താഴോട്ടുള്ള ആരോ മാർക്ക് അടിച്ച് കഴിഞ്ഞാൽ ആ റെഫറൽ കോഡ് അല്ലെങ്കിൽ റെഫറൽ ലിങ്ക് കിട്ടും. ആ റെഫറൽ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് വെൽക്കം ഓഫർ പോലെ അവർ തരുന്ന, ഗൂഗിൾ തരുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ എൻ്റെ തന്നെ വേണമെന്നില്ല, സുഹൃത്തുക്കളുടെയോ നിങ്ങളുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളുടെയോ മറ്റാരുടെയെങ്കിലും ഒരു റെഫറൽ ലിങ്ക് വഴി മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ റെഫറൽ ലിങ്ക് എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റായിട്ട് പോകുന്നത് പ്ലേ സ്റ്റോറിലേക്കായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പേ ബ്രാക്കറ്റിൽ ടേസ് എന്നുണ്ടാവും, ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യുക. റെഫറൽ ലിങ്ക് വഴി മാത്രം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ 51 രൂപ തൊട്ട് 201 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു തുക തന്നെ കിട്ടുമ്പോൾ റെഫറൽ ലിങ്ക് വഴി ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുക സിമ്പിളായിട്ടാണ്. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഗൂഗിൾ പ്ലേയിലേക്ക് പോകും. അപ്പോൾ അതിൽ നിന്നും സാധാരണ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും ചോദിക്കുക. നിങ്ങളെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത ഈ ഫോണിൽ പ്ലേസ് ചെയ്തിട്ടുള്ള, ഈ ഫോണിൽ ഇട്ടിട്ടുള്ള ആ സിമ്മ് നമ്പർ, ആ സിമ്മ് വെച്ചിട്ട് ആ നമ്പർ വേണം ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ ഒരു ഓപ്പൺ ആയിട്ട് വരും ഒരു വിൻഡോ. ആ വിൻഡോ തന്നെ നിങ്ങൾക്ക് അവരുടെ ഗൂഗിളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ പൈസ അയക്കണമെങ്കിൽ ആദ്യം നമ്മളൊരു ബാങ്ക് അക്കൗണ്ട്, UPI ഇനേബിൾ ആയ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഈ ഗൂഗിൾ പേയുമായിട്ട് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ ആഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ഇല്ലെങ്കിൽ സെറ്റിങ്സിൽ പോയാൽ മതി. എല്ലാ സെറ്റിങ്സുകളും ആ 3 ബട്ടൺ ഉണ്ടോ ഏറ്റവും മുകളിൽ 3 ചെറിയ ഡോട്ടുകളുള്ള ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ആഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ കാണാം. ആഡ് ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ സെർച്ചിൽ നിന്ന് നിങ്ങളുടെ ബാങ്കിൻ്റെ അകത്ത് പേരടിക്കുക. ഇപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്ക് എന്നാണെങ്കിൽ SYN അടിക്കുമ്പോഴത്തേക്ക് തന്നെ സിൻഡിക്കേറ്റ് ബാങ്ക് വരും. സിൻഡിക്കേറ്റ് ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏത് സിം സ്ലോട്ടിലാണ് ഇട്ടതെന്ന് നോക്കുക. ചിലപ്പോൾ ഫസ്റ്റ് സിം ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് സിം ആയിട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സിം ആണെങ്കിൽ ഫസ്റ്റ് സിം സെലക്ട് ചെയ്യുക, സെക്കൻഡ് സിം ആണെങ്കിൽ സെക്കൻഡ് സിം സെലക്ട് ചെയ്യുക. ചില സമയത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം ചെയ്യില്ല, നിങ്ങളുടെ കുറേ സമയം വെരിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ആവണേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ സെക്കൻഡ് സിമ്മ്, 2 സിമ്മിൽ ഒന്നാമത്തെ സിമ്മാണ് നിങ്ങളുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഗൂഗിൾ പേ ലോഗിൻ ചെയ്യുന്ന ഫോൺ നമ്പറെങ്കിൽ ആ ഫോൺ മാത്രം അവിടെ വെച്ച് മറ്റേ സിമ്മ് ഡീആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓഫ് ആക്കി ഇടുക. അത് സെറ്റിങ്സിനകത്ത്, സിം കാർഡ് സെറ്റിങ്സിനകത്ത് ഓഫ് ആക്കി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓഫ് ആക്കി ഇടുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയോ, ഇല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ഫ്ലൈറ്റ് മോഡിലിട്ട് ഒന്നും കൂടി ഓൺ ആക്കിയാലും മതി. അതന്നെ അങ്ങനെ ചെയ്യണമെന്നില്ല. അതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം ഫ്ലൈറ്റ് മോഡിൽ തന്നെ ഇടണമെന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് അതൊന്ന് ഓഫ് ആക്കി ഇടുക, ആ സിമ്മ് ഓഫ് ആക്കി ഇടുക. ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ
അങ്ങനെ നമ്മൾ സിം സെലക്ട് ചെയ്തു. നമ്മൾ ഏത് സിം സ്ലോട്ടിലാണ് ഈ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഈ ഫോൺ ഗൂഗിൾ പേ ലോഗിൻ ചെയ്ത ഫോൺ നമ്പർ എന്നുള്ളത് ആ സിം സ്ലോട്ട് വഴി നമ്മൾ SMS അയക്കണം. SMS അയക്കണം നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അയച്ചോളും. അപ്പോൾ സിം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ, ലോക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊസീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം പ്രൊസീഡ് അടിച്ചോളുക. പിന്നെ നെക്സ്റ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മളെ ബാങ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. UPI ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ കൂടി വരും. അപ്പോൾ UPI അതൊക്കെ അങ്ങനെ പ്രൊസീഡ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോയിക്കൊള്ളുക. ഏറ്റവും അവസാനം ഒരു UPI പിന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ അതിന് മുമ്പായിട്ട് ചില ബാങ്കുകളിൽ ATM പിന്നിൻ്റെ അവസാനത്തെ 6 അക്കം 4 അക്ക നമ്പറുകളായിരിക്കും ATMൻ്റെ നമ്പർ ഉണ്ടാവുക. ATM കാർഡിന് പുറത്തുണ്ടാകുന്ന വലിയ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൻ്റെ ഏറ്റവും അവസാനത്തെ 6 അക്കങ്ങൾ, 6 അക്കവും പിന്നെ നമ്മൾ ATMൻ്റെ എക്സ്പയറി ഡേറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ CVV നമ്പറിലും ചോദിക്കും. അതൊക്കെ അടിച്ചു കൊടുക്കുക, പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു വെരിഫിക്കേഷൻ കോഡ് ഇങ്ങോട്ടേക്ക് വരും. ആ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം എല്ലാം 100% അടുത്ത് ഓക്കെ ആയി എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടി. അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ അവർ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറയും. ചിലപ്പോൾ ATMൻ്റെ പിൻ അടിക്കാൻ വേണ്ടി പറയും. അത് ചില സമയത്ത് ഓരോ ബാങ്കിനും അങ്ങനെയാണ്, ഓരോ പ്രൊസീജിയറാണ്. ഇപ്പോൾ ചില സമയത്ത് ATM പിൻ അടിക്കാൻ വേണ്ടി പറഞ്ഞാൽ ATM പിൻ അടിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ATMൻ്റെ പിൻ നമ്പറുണ്ടല്ലോ, അത് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അതിന് ശേഷം നമ്മൾ UPI പിന്ന്, ഇത് സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ UPI പിന്ന് ഒരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല. നമ്മളത് ഏതെങ്കിലും നമ്മുടെ ഡയറിയിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. UPI പിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു UPI പിന്ന് ചിലപ്പോൾ 4 അക്കം ഇല്ലെങ്കിൽ 6 അക്കം ഒരു UPI പിന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ UPI പിന്ന് നമ്മളെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ പോലെ വളരെ സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ്. അതായത് ഒരു പാസ്വേഡ് കണക്ക് ഒരു 6 അക്കം വരെയുള്ളൊരു UPI പിന്ന് ക്രിയേറ്റ് ചെയ്യുക. അതുകൂടി അടിച്ച് ഓക്കെ അടിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത് ഒരു മിനി ബാങ്ക് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം? ഗൂഗിൾ പേ ഇപ്പോൾ ഒരു ആഴ്ച 3 സ്ക്രാച്ച് കാർഡുകളും എല്ലാ വെള്ളിയാഴ്ചയും സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നും, അങ്ങനെ ടോട്ടൽ 4 സ്ക്രാച്ച് കാർഡുകളൊക്കെ തരും. അപ്പോൾ ഈ സ്ക്രാച്ച് കാർഡുകൾ സ്ക്രാച്ച് ചെയ്ത് നമുക്ക് 1 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുറഞ്ഞത് 5-10 രൂപയിലായിട്ട് എല്ലാ തവണയും കിട്ടും. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ കിട്ടണമെങ്കിൽ ആ 51 രൂപ നമ്മൾ അക്കൗണ്ടിലേക്ക് കയറണമെങ്കിൽ, അതായത് റെഫറൽ കോഡായിട്ട് ഏറ്റവും കുറഞ്ഞ 51 രൂപ ഞാൻ ആദ്യം പറഞ്ഞു, ആ പണം കയറണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് UPI വഴി, അതായത് അവരെ മൊബൈൽ ഫോൺ സെലക്ട് ചെയ്യുക, മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുക, അതുവഴി ഒരു ഏറ്റവും കുറഞ്ഞത് 150-500 എത്രയും രൂപ തൊട്ടടുത്ത ഫ്രണ്ടോ സുഹൃത്തോ ഏട്ടനോ അച്ഛനോ ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. തിരിച്ച് അവരോട് നമുക്കൊന്ന് അയച്ചു തരാൻ വേണ്ടി പറയാം. ഇങ്ങനെ അയച്ചു തരുമ്പോൾ നമുക്ക് 2 പേർക്കും സ്ക്രാച്ച് കാർഡ് കിട്ടും. ഈ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5-10 തുടങ്ങി ഒരു 800 രൂപ 1000 രൂപയെല്ലാം കിട്ടിയ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. വെറുതെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാഴ്ച പരമാവധി ഒരു 3 പേർക്ക് ഇങ്ങനെ അയക്കുക. ചുമ്മാ അയച്ചാലും മതി, നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവർക്കും ഒന്ന് അയച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും. ആ സ്ക്രാച്ച് കാർഡ് ചിരണ്ടി കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടും. അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത്, നമുക്കൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത്, അതൊന്നും ഒരു രൂപ പോലും ഏണിങ്സ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ പലിശയിനത്ത് അല്ലെങ്കിൽ നമ്മൾ ATM കാർഡ് പലിശയിനത്ത് പിടിക്കുന്ന നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്ന പൈസക്ക് പരമായിട്ട് ഈ 10 രൂപ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് 1000 രൂപ വരെ കിട്ടാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നും വേണ്ട, വെറുതെ ഒരാഴ്ചയിൽ ഒരു 3 പേർക്ക് വെറുതെ പൈസ അയക്കുക. നമ്മളെ ഫ്രണ്ടിനെ ആയിക്കോട്ടെ, വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, അച്ഛനോ അമ്മക്കോ ചേച്ചിക്കോ ചേട്ടനോ അനിയത്തിക്കോ ആർക്ക് വേണം അയക്കാം, അല്ലെങ്കിൽ ഭാര്യക്കോ ഭർത്താവിന് അങ്ങോട്ടേക്ക് എങ്ങനെ വേണം അയക്കാം. അയച്ചതിന് ശേഷം കിട്ടുന്ന സ്ക്രാച്ച് കാർഡ് ചിരണ്ടുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും താഴെ സെൻഡ് നിങ്ങൾ വഴി ഒരു റെഫറൽ ലിങ്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ അയച്ചു കൊടുക്കുന്ന റെഫറൽ ലിങ്ക് വഴി നിങ്ങൾക്കും 51 രൂപ തൊട്ടിട്ട് 201 രൂപ വരെ നിങ്ങൾക്കും കിട്ടാം. അപ്പോൾ അവരോടും ഈ സെയിം വീഡിയോ തന്നെ അവർക്ക് അയച്ചു കൊടുത്താലും മതി. അതിനകത്ത് റെഫറൽ കോഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ അയച്ചു കൊടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ഏണിങ്സ് തുടങ്ങാൻ വേണ്ടി ആരംഭിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അയക്കുക. നമുക്കെല്ലാം വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ചെറിയ തുകയെങ്കിലും നിങ്ങൾക്കതൊരു എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ചെറിയൊരു തുക കിട്ടും, ഷുവറാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.